എല്ലാവർക്കും നമസ്കാരം. ഓം ബ്രഹ്മത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 27 വെള്ളിയാഴ്ചയാണ്. നാളെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. നാളെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നടക്കുന്നത്. പുരിയിലെ രഥയാത്ര രഥജാത്ര എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അത് ഒഡിയ ഭാഷയിൽ അങ്ങനെയാണ് പറയുക. ഓരോ വർഷത്തിലും ആഷാഢമാസത്തിൽ, അതായത് ജൂൺ ജൂലൈ സമയത്തിലാണ് പുരി ജഗന്നാഥ ടെമ്പിളിലെ രഥയാത്ര ആഘോഷിക്കുന്നത്. ഈ രഥയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ രഥയാത്ര ഏറ്റവും പഴക്കമേറിയതും ബൃഹത്തായതുമായിട്ടുള്ള ഒരു ഹിന്ദു രഥോത്സവമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര എന്ന് പറയുന്നത്. 3 ദൈവങ്ങളെയാണ് രഥയാത്രയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, ശ്രീ ബലഭദ്രരുണ്ട്, അതേപോലെ തന്നെ സുഭദ്രമാത, അതായത് ശ്രീകൃഷ്ണസ്വാമിയുടെ സഹോദരങ്ങളായ ബലരാമൻ്റെയും സുഭദ്രയുടെയും കൂടെ ആണ് രഥോത്സവത്തിൽ എഴുന്നള്ളിക്കുന്നത്. 3 തേരുകളായിട്ടാണ് ഉണ്ടാവുക. ഇപ്രാവശ്യത്തെ രഥോത്സവം നാളെ ജൂൺ 27 തുടങ്ങുകയാണ്. ജൂൺ 27 മുതൽ ജൂലൈ 5 വരെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഇത്രയും പഴക്കമായിട്ടുള്ളതും അതേപോലെ തന്നെ അത്രയും ബൃഹത്തായിട്ടുള്ള രഥോത്സവം നടക്കുന്നത്. ഒറീസയിൽ ഉള്ള പുരിയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭഗവാൻ മഹാവിഷ്ണു, അതായത് ആദിനാരായണനാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറയുന്നത്, ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്ന അനന്തവർമ്മനാണ്. 13-ാം നൂറ്റാണ്ടോടെയാണ് ക്ഷേത്രം പണിത് തീർന്നത്. പിന്നീട് 1230 അനംഗഭീമൻ മൂന്നാമൻ എന്ന പേരുള്ള രാജാവ് ഈ ക്ഷേത്രത്തിനെ ദേവൻ്റെ പേരിൽ തന്നെ, തൻ്റെ സാമ്രാജ്യത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ, ഈ ദേവൻ്റെ പേരിൽ, ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. തൻ്റെ സാമ്രാജ്യം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിട്ട് താൻ ഭഗവാന്റെ ദാസനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് തന്നെയാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ മധ്യഭാഗത്തായിട്ട് ഒരു വലിയ ഗോപുരമുണ്ട്. ഗോപുരത്തിൻ്റെ മുകളിലായിട്ട് ഒരു ചക്രവും ഉണ്ട്. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രമായിട്ടാണ് ആ ചക്രത്തെ കണക്കാക്കുന്നത്. ഗോപുരം വെള്ള പൂശിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെളുത്ത ഗോപുരം എന്നുകൂടി ആ ഗോപുരത്തിനെ വിളിക്കാറുണ്ട്. പിന്നെ 4 മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. അതായത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. പിന്നെ നൃത്ത മണ്ഡപമുണ്ട്. അതേപോലെ കഴുകക്കാർക്കുള്ള ഒരു മണ്ഡപമുണ്ട്. പിന്നെ ഉള്ളത് 1-ാമത്തെ മണ്ഡപം, അത് നമ്മുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഗർഭഗൃഹമാണ്. ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. 3 വിഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ക്ഷേത്രത്തിലും 3 വിഗ്രഹങ്ങളാണുള്ളത്. ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹം, ബലഭദ്രരുടെ വിഗ്രഹം, അതേപോലെ തന്നെ സഹോദരിയായിട്ടുള്ള സുഭദ്രമാതയുടെ വിഗ്രഹങ്ങളാണ്. അതിൽ ബലരാമൻ്റെ വിഗ്രഹം വെളുത്ത നിറത്തോടു കൂടിയതും സുഭദ്രമാതയുടെ വിഗ്രഹം മഞ്ഞ നിറത്തിലും ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹം, അതായത് ജഗന്നാഥൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് കറുത്ത നിറത്തിലും ഉള്ളതാണ്. ഈ എല്ലാ വിഗ്രഹങ്ങളും നമ്മുടെ ആര്യവേപ്പിൻ്റെ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരത്തിലുള്ള വിഗ്രഹങ്ങൾ ആയതുകൊണ്ട് നിർമ്മാണം ഉണ്ടാവാറുണ്ട്. അത് കുറേ വർഷങ്ങൾ കൂടുമ്പോൾ ആണ് ഉണ്ടാവാറുള്ളത്. വിഗ്രഹങ്ങളുടെ പുനർനിർമ്മാണം കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, 10-12 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇടയിലൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ.
രഥോത്സവത്തിന് ജഗന്നാഥോത്സവം എന്നുകൂടി പറയും. അതൊരു കുറേ ആൾക്കാർ വന്നിട്ട് തൊഴുന്ന ഒരു ഉത്സവം തന്നെയാണ്. ഇത് ആഷാഢമാസത്തിലാണ് നടത്തുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ രഥങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിച്ചഭാരി എന്ന സ്ഥലത്തേക്കാണ് ആദ്യം കൊണ്ടുപോവുക. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ആ വിഗ്രഹങ്ങൾ തിരിച്ച് അവിടുന്ന് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ഉണ്ടാവുക. അപ്പം ജൂൺ 27 മുതൽ ജൂലൈ 5 വരെയാണ് രഥോത്സവം ഉള്ളത്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്ക് ശ്രീകൃഷ്ണൻ്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് രഥോത്സവം നടത്തപ്പെടുന്നത്. പിന്നെ ഏറ്റവും ഒരു അതിശയാർന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നത്, ക്ഷേത്ര ഗോപുരത്തിൽ നമ്മൾ ചക്രം ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായിട്ട് ഒരു കൊടിയുണ്ട്. ആ കൊടി കാറ്റിന് എതിർദിശയിലാണ് പറക്കുന്നത്. എന്നും ആ ഒരു കൊടിക്കൂറ മാറ്റുന്നു എന്നുള്ളത് കൂടി അവിടുത്തെ പ്രത്യേകതയാണ്. വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ഈ ഒരു ചടങ്ങ് നടത്തപ്പെടുന്നത്. 2 ഭക്തരാണ് അതിന് മുകളിൽ കയറിയിട്ട്, ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ കയറിയിട്ട് എല്ലാ ദിവസവും 4 മണിക്ക് ഈ കൊടി മാറ്റണം എന്നുള്ളതാണ്. ഈ കൊടി സ്ഥാപിക്കുന്നത് ഈ ഗോപുരത്തിൻ്റെ മുകളിലുള്ള സുദർശന ചക്രം എന്ന് വിളിക്കുന്ന ആ ചക്രത്തിൻ്റെ മുകളിലാണ്. അതായത് മുകളിലേക്ക്, ചക്രത്തിൻ്റെ മുകളിലേക്കായിട്ടാണ് ഈ കൊടി സ്ഥാപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഈ ഒരു നഗരത്തിൽ നിന്ന്, പുരി നഗരത്തിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും അത് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ ആ ഗോപുരത്തിനും ഉണ്ടൊരു പ്രത്യേകത. ആ ഗോപുരത്തിൻ്റെ നിഴൽ ഇനി എത്ര വെയിലാണെങ്കിൽ പോലും ആ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ പ്രസാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മൺകലങ്ങളിൽ മാത്രം, വിറകടുപ്പിൽ മാത്രമാണ് പാചകം ചെയ്യുന്നത്. അത് എന്നും ഒരേ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും പ്രസാദം ഏറുകയോ കുറയുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിനോട് ചേർന്നിട്ടാണ്. പക്ഷേ ഈ കടലിൽ ഒരു തിരയുടെ ശബ്ദം, ഇരമ്പൽ ഒന്നും അമ്പലത്തിൻ്റെ അകത്തേക്ക്, ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും അധികം പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ളൊരു കാണേണ്ട തന്നെ ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അവിടുത്തെ നല്ല നമ്മുടെ പഴമയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ബൃഹത്തായ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് നാളെ തുടങ്ങുന്നത്. അതായത് പുരി ജഗന്നാഥ ടെമ്പിളിലെ രഥോത്സവമാണ്. അപ്പോൾ എല്ലാവർക്കും ജഗന്നാഥൻ്റെ പേരിലെ ആശംസകൾ, രഥോത്സവത്തിൻ്റെ ആശംസകൾ എന്ന് പറയുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.